ശ്രീ ഹാഫിസ്, ഇനി ഏതായാലും നാളെ അല്ലെങ്കിൽ ഞായറാഴ്ച അവരൊരു മുഖ്യമന്ത്രിയെ, ഞായറാഴ്ച എന്ന് പറയുന്നു, മുഖ്യമന്ത്രിയെ അവർ നിശ്ചയിച്ചെന്നിരിക്കും. അതിനുശേഷം കേരളത്തിൽ നടക്കാൻ പോകുന്ന ഉള്ളുകളികളും പരസ്യപ്പോരുകളും എന്തായിരിക്കും എന്നാണ് ഒരുപക്ഷെ വലിയ അർത്ഥത്തിൽ, മാധ്യമപ്രവർത്തനം എന്നുള്ള അർത്ഥത്തിൽ ഞാനടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അവർ ഒന്നുകിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റു രണ്ടുപേരുണ്ടല്ലോ, അവരെ എങ്ങനെ പരിഗണിക്കും? വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കെ സി വേണുഗോപാൽ ആ മന്ത്രിസഭയിലേക്ക് വരില്ല. രമേശ് ചെന്നിത്തലയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വി ഡി സതീശൻ എന്ത് പദവിയായിരിക്കും കൊടുക്കുക? വല്ലാത്തൊരു കൂട്ടക്കുഴപ്പത്തിലേക്ക് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ കാത്തിരിക്കുന്നുണ്ട്, ഏത് ഫോർമുലയായാലും. ഏതായാലും ഒരു കാര്യം പറയാം, ഞായറാഴ്ച എന്നുള്ള കണക്കൂട്ടിലൊക്കെ ഇരിക്കട്ടെ, സാക്ഷാൽ മുത്തുപ്പട്ടർ വന്ന് പറഞ്ഞാൽ പോലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ആണ്. അതിനു മുമ്പായിട്ട് റെജി ഒരു കാര്യം പറഞ്ഞു, മറ്റുള്ളവർ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടതെന്ന്. ശരിയാണ്, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറെയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെയും തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസ് സഹയാത്രികൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ റെജി, നമ്മളൊക്കെ ആദ്യമായിട്ടല്ല ഒന്നിച്ച് ഈ ചാനൽ അടക്കമുള്ള ചാനലുകളുടെ ഫ്ലോറിൽ ഒന്നിച്ചിരുന്നിട്ടുള്ളത്. അപ്പോഴൊക്കെയും താങ്കൾ AKE സെൻറ്ററിൻ്റെ അടുക്കളക്കാര്യങ്ങൾ വരെ ചികഞ്ഞ് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളാണ്. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കാം, മറ്റുള്ളവരുടെ അഭിപ്രായം പറയേണ്ട എന്ന് പറയുന്നത് അതൊക്കെ ഇവിടെയൊന്നും അല്ല പറയേണ്ടത്. അതൊക്കെ KPCC ഓഫീസിൽ പറഞ്ഞാൽ മതി. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹ മണ്ഡലങ്ങളെ അധപ്പതിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച നടക്കുമ്പോൾ, ഒരു പ്രഹസനങ്ങൾ നടക്കുമ്പോൾ, ഫ്ലെക്സിൽ ഒരു കൂട്ടർ പാലഭിഷേകം നടത്തുമ്പോൾ മറ്റൊരു കൂട്ടർ കരിയോയിൽ പരിയോഗം നടത്തുന്നു, ഒരാൾ ഫ്ലെക്സ് വെക്കുന്നു, മറ്റേ ആൾ അത് കത്തിച്ച് കളയുന്നു, ഒരാൾ പെട്രോളും കൊണ്ട് ചേരുന്ന അടുത്തയാളെ വിഷവുമായിട്ട് ഇറങ്ങുന്നു. ഇത്തരം രീതിയിൽ വോട്ട് ചെയ്തവർ പോലും നിങ്ങളെ വെറുത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം കൈരളിയെപ്പോലെയുള്ളൊരു ചാനൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യും, സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കാരണം വി ഡി സതീശന് അനുകൂലമായി പ്രകടനം നടത്തുന്നത് ഇവിടുത്തെ CPMകാരാണ്, ഇടതുപക്ഷക്കാരാണ്. ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്കും CPMകാർക്കും വേറെ പണിയില്ല വി ഡി സതീശന് വേണ്ടി ജാഥ നടത്താൻ വേണ്ടി. ഇപ്പോൾ നുസൂർ പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന രണ്ടുപേരും ഞാനൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കുക. കാരണം KC വേണുഗോപാലിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആരോപണം ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചു, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതാണ്. അതുകൊണ്ട് അത് അദ്ദേഹത്തെ ഒരു അയോഗ്യതയായി കാണേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം പ്രവർത്തകർ പറഞ്ഞാൽ അദ്ദേഹം, അതല്ല കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒരു കാര്യം പറഞ്ഞാൽ വി ഡി സതീശനെയോ രമേശ് ചെന്നിത്തലയാണ് തീരുമാനിക്കുന്നതിൽ അവർ ഏതായാലും കേരളം അനാഥമായ പാടില്ല. കാവൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴും കേരളത്തിലെ കാര്യങ്ങൾ രേഖാമൂലം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നൽകിയ മാൻഡേറ്റ്, നിങ്ങൾക്ക് നൽകിയ പിന്തുണ, അത് ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് അധികാരം ഏറ്റെടുക്കാൻ പോലും കഴിയാത്ത വലിയ ചക്കളെത്തി പോരാട്ടം നടക്കുന്നു. ഇത് കയ്യേറ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ കോൺഗ്രസ് സഹയാത്രികനോടുള്ള എൻ്റെ ചോദ്യം. ആ ഒരു കാര്യം, ഞായറാഴ്ച ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാകും, ആ മുഖ്യമന്ത്രി ഏകണ്ഠേനമാർ, അതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വിഷയം ഉണ്ടാകില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കോൺഗ്രസിൻ്റെ സഹയാത്രികന് കഴിയുമെങ്കിൽ പറ, ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാം.